ഹായ് ഡിയേഴ്സ്, ഫസൽ സാറാണ്. അപ്പോൾ എല്ലാവരും ചോദിക്കുന്ന പോലെ മാപ്പിൽ ഏതൊക്കെ ചോദ്യങ്ങൾ വരും, എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരികയെന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ അതിന് മുന്നേ ആദ്യമായിട്ട് വരുന്നവരൊക്കെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഇന്ന് രാത്രിക്കത്തെ ഇന്ന് ഈവനിങ് 5 മണിയുടെ ലൈവ് കാണാനും ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ല. മാത്രമല്ല, നമുക്ക് ഈ ഒരൊറ്റ ലൈവിലൂടെ തന്നെ അല്ലെങ്കിൽ 5 മണിയുടെ ലൈവിലൂടെയും നാളെ രാവിലത്തെ ബൂസ്റ്റർ ലൈവിലൂടെയും നമുക്ക് A+ ഉറപ്പിക്കാനും പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് മാപ്പിലേക്ക് നേരെ കടന്നേക്കാം. അപ്പോൾ മാപ്പുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ പറയുന്ന സമയത്ത് 2 രീതിയിലാണ് ചോദ്യങ്ങൾ വരിക. ഒന്ന്, നമുക്ക് ചിലപ്പം ഒരു മാപ്പ് തരും. ഓക്കെ, 2 ടൈപ്പ് ഉണ്ട്. ഒന്ന്, നമുക്ക് മാപ്പ് തന്നിട്ട് അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കും. ഓക്കെ, മാപ്പ് തരും, എന്നിട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, ചോദ്യങ്ങൾ ഉണ്ടാവും. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് അതായത് ഒരു സ്ഥലത്തിൻ്റെ സംഭവം, ഒരു മൗണ്ടെയിൻസിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ ആ ഒരു ഫിസിക്കൽ മാപ്പ് അല്ലെങ്കിൽ ഭൗതിക ഭൂപടം തന്ന് അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ്. അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് 4 ഫീച്ചേഴ്സ് തരും, 4 എണ്ണം തരും. ചിലപ്പോൾ ഒരു റിവർ, നദി, അല്ലെങ്കിൽ ഒരു മൗണ്ടെയിൻ, പർവ്വതം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പീഠം, പ്ലാറ്റ്യൂ, ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ തന്ന്, അല്ലെങ്കിൽ ഒരു കോസ്റ്റൽ പ്ലെയിൻ, തീരപ്രദേശം, ഇത് തന്നിട്ട് അത് നമുക്ക് ഇന്ത്യയുടെ മാപ്പിൽ എന്ത് ചെയ്യാൻ പറയും, അടയാളപ്പെടുത്താൻ പറയും. 2 രീതിയിലും ചോദിക്കാം. അപ്പോൾ 2 നമുക്ക് അറിയേണ്ട കാര്യം എന്താ, ഇന്ത്യയുടെ മാപ്പാണ്. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത്, ഇന്ത്യയുടെ ഇതുപോലത്തെ ഒരു മാപ്പ് നമ്മുടെ ബുക്കിലുണ്ട്. ഇതിന്റെ ഏറ്റവും മുകളിലുള്ള ഈ ഒരു ഭാഗത്ത് നമ്മൾ പറയുന്ന പേരാണ് നോർത്തേൺ മൗണ്ടെയിൻസ് എന്ന് പറയും. അതായത് ഉത്തര പർവ്വത മേഖല എന്ന് പറയും. ഉത്തര പർവ്വത മേഖല, നോർത്തേൺ മൗണ്ടെയിൻസ് എന്നാണ് പറയാം. അപ്പോൾ അത് മിസ് ചെയ്യാൻ പാടില്ല, മറക്കാൻ പാടില്ല, ഇമ്പോർട്ടൻ്റ് ആണ് ആ ഒരു ഭാഗം. ഓക്കെ, അപ്പോൾ അവിടെ തന്നെ ട്രാൻസിമാല, കാരക്കോറം, ലഡാക്ക്, സസ്കർ ഉണ്ട്. കാരക്കോറം, ലഡാക്ക്, സസ്കർ ഇതാ ഇവിടെയുണ്ട്. കാരക്കോറം, ലഡാക്ക്, സസ്കർ. അതിന് പേരിലായിട്ട് ഇവിടെ നമ്മുടെ ഹിമാദ്രി, ഹിമാചൽ, ശിവാലിക് ഉണ്ട്. ഇവിടെയാണ് ഹിമാദ്രി, ഹിമാചൽ, ശിവാലിക് ഉള്ളത്. ഇവിടെ ഈസ്റ്റേൺ ഹൈലാൻഡിൽ നമ്മുടെ പട്കായ്, ബുംനാഗ ഹിൽസ്, മിസോ കുന്നുകൾ, ആ കുന്നുകളെല്ലാം ഇവിടെയുണ്ട്. നോക്കും, യെസ്. ഇനി ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ ഈ ഒരു ഉത്തരപർവ്വത മേഖല ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഭാഗങ്ങൾ നന്നായിട്ടൊന്ന് പഠിക്കണം. ഓക്കെ, ജസ്റ്റ് നോക്കി വെച്ച് പോയാൽ മാത്രം മതി. നോർത്തേൺ മൗണ്ടെയിൻസ് എന്ന് പറയുന്ന ഈ ഒരു ഭാഗം ചിലപ്പോൾ നമ്മുടെ ചോദിക്കില്ല, അതൊന്ന് എടുത്തെഴുതാനായിരിക്കും, വേറെ ഒന്നുമില്ല, പേടിക്കൊന്നും വേണ്ട. ഇനി അതുപോലെ നമ്മുടെ പെനിൻസുലാർ പ്ലാറ്റ്യൂഡ്, ഉപദ്വീപീയ പീഠഭൂമി, ഈ മാപ്പിലാണ് ഏറ്റവും കൂടുതൽ നമുക്ക് മാർക്ക് ചെയ്യാൻ ചോദിക്കാൻ സാധ്യതയുള്ളത്. അതിൽ തന്നെ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു ഭാഗം എന്ന് വെച്ചാൽ ഇത് ആരവല്ലിയാണ്. ഇവിടെ നമുക്ക് താർ മരുഭൂമി ഉണ്ട്, താർ ഡെസേർട്ട് ഉണ്ട്. ഈ താർ ഡെസേർട്ടിന്റെ കിഴക്കൻ അതിരെന്ന് പറയുന്നത് ആരവല്ലിയാണ്. ആരാവലി എന്ന് പറയും, അല്ലെങ്കിൽ ആരവല്ലി എന്ന് പറയും. ഓക്കെ, നമ്മൾ ആരവല്ലി എന്നാണ് ഇംഗ്ലീഷിൽ എഴുതാറുള്ളത്. നിങ്ങളുടെ ബുക്കിൽ അരാവലി എന്നാണ്. ഓക്കെ, ആരവല്ലി. ലിസൺ. അതുപോലെ ഇവിടെ നമുക്ക് അടുത്തതായിട്ട് നമ്മൾ ചോദിക്കാവുന്ന ചോദ്യമാണ്, ഇവിടെ അറേബ്യൻ സീ ഉണ്ട്, അഥവാ അറബിക്കടലുണ്ട്. ഈ അറബിക്കടലിന് സമാന്തരമായിട്ട് പാരലായിട്ട് ഇവിടെ നമ്മൾ വരയ്ക്കുന്ന ഈ മൗണ്ടെയിൻ റേഞ്ച് ആണ് വെസ്റ്റേൺ ഘട്ട് എന്ന് പറയുന്നത്, അഥവാ നമ്മൾ അതിന് പശ്ചിമഘട്ടം എന്ന് പറയും. പശ്ചിമഘട്ടം. ഓക്കെ, യെസ്. ഇതിന് നടുക്കുള്ള ഈ ഭാഗം ഉണ്ടല്ലോ, ഈ നടുവിലുള്ള ഭാഗം, ഇതിന് നമ്മൾ പറയുന്ന പേരാണ് ഡെക്കാൻ പ്ലാറ്റ്യൂ എന്ന് പറയും. ഡെക്കാൻ പ്ലാറ്റ്യൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡെക്കാൻ പീഠഭൂമി. അതുപോലെ ഈ ഡെക്കാൻ പീഠഭൂമിയുടെ കിഴക്കേ അതിരാണ് ഈ ഒരു ഭാഗമാണ് നമ്മുടെ ഈസ്റ്റേൺ ഘട്ട് എന്ന് പറയുന്നത്. ഈസ്റ്റേൺ ഘട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പൂർവ്വഘട്ടം എന്ന് പറയുന്നത്, പൂർവ്വഘട്ടം. അപ്പം അതൊന്ന് ശ്രദ്ധിച്ചു വെക്കണം. ഇനി സെൻട്രൽ നമ്മുടെ വിന്ധ്യ സത്പുര ഉണ്ട്, നോക്കി പോകണം. വിന്ധ്യ സത്പുര ഇന്ത്യയുടെ മധ്യഭാഗത്തായിട്ടാണുള്ളത്, മധ്യപ്രദേശിന്റെ ഭാഗത്ത്. ഇതിന്റെ മുകൾ ഭാഗത്തുള്ള ആ ഒരു പീഠഭൂമിയാണ് മാൾവ പീഠഭൂമി എന്ന് പറയുന്നത്, മാൾവ. ഓക്കെ, ഇനി ഈ മാൾവ പീഠഭൂമിയുടെ കിഴക്കേ അതിർ, അല്ലെങ്കിൽ ഈ സെൻട്രൽ ഹൈലാൻഡ് എന്ന് പറയുന്ന ഭാഗമുണ്ട്. സെൻട്രൽ ഹൈലാൻഡ് ഈ വിന്ധ്യ സത്പുരയുടെ മുകൾ ഭാഗത്തിനാണ് സെൻട്രൽ ഹൈലാൻഡ് എന്ന് പറയുന്നത്. അതിന്റെ ഈ കിഴക്കൻ ഭാഗമുണ്ട്, കിഴക്കേ ഭാഗം, ഞാനിപ്പോൾ ഷെയ്ഡ് ചെയ്യുന്ന ഭാഗം. ഈ ഭാഗത്തിന് പൊതുവെ നമ്മൾ പറയുന്ന പേരാണ് ചോട്ടാ നാഗ്പൂർ പീഠഭൂമി. ചോട്ടാ നാഗ്പൂർ പ്ലാറ്റ്യൂ എന്ന് പറയും, ചോട്ടാ നാഗ്പൂർ. ഓക്കെ, അപ്പോൾ അത് എന്ത് ചെയ്യാൻ പാടില്ല, ഇതും മിസ് ചെയ്യാൻ പാടില്ല, ചോട്ടാ നാഗ്പൂർ. ഓക്കെ, അപ്പോൾ എനിവേ ഈ കാര്യം ശ്രദ്ധിക്കുക, ഇത് നന്നായിട്ട് നോക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. അത്രയും പ്രധാനപ്പെട്ട ഭാഗമാണ് ഈ ഒരു ഭാഗം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് റിവേഴ്സ് ആണ്, നദികൾ. നദികളുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ നോക്കുക, ഇവിടെ മഹാനദി, ഇവിടെ ഒരു വരട, ഇവിടെ ഇന്ത്യയുടെ ഈ ഒരു ഭാഗത്തുള്ള നദികളെ കുറിച്ച് ചോദ്യങ്ങൾ, അതായത് ഉപദ്വീപീയ നദികളെ കുറിച്ച് നമ്മുടെ ചോദ്യങ്ങൾ വരാറുള്ളൂ. ഓക്കെ, അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇന്ത്യയുടെ ഈ ഒരു ഭാഗം, അതായത് ഒഡീഷയുടെ ഭാഗത്ത്, ഒഡീഷയുടെ ഇവിടെ ഒരു വരയിട്ട് കഴിഞ്ഞാൽ ഇതാണ് മഹാനദി എന്ന് പറയുന്ന നദി. മഹാനദി റിവർ. ഇനി ഇവിടെ ഇന്ത്യയുടെ വളവ് കണ്ടെങ്കിൽ ഈ വളവിലേക്ക് മുകളിലൊരു വരട, താഴെ ഒരു വരട, മനസ്സിലായോ? മുകളിലേക്ക് ഒരു വര, താഴെ ഒരു വര. ഈ മുകളിലുള്ള വരയാണ് നമ്മുടെ ഗോദാവരി എന്ന് പറയുന്നത്. ഏതാ റിവർ? ഗോദാവരി നദി. ഓക്കെ, താഴെ നമ്മളിട്ട വരയാണ് എന്ത്? കൃഷ്ണ എന്ന് പറയുന്നത്. ഇനി ഏറ്റവും താഴെ നമ്മുടെ തമിഴ്നാട്ടിലെ വരയിട്ട് കഴിഞ്ഞാൽ ഇതാണ് ഏത്? കാവേരി എന്ന് പറയുന്ന നദി, കാവേരി നദി. അപ്പം മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി ആയി നദികൾ. ഓക്കെ, ഇനി നമ്മുടെ ഗുജറാത്തിന് ഇവിടെ ഉള്ളിലേക്ക് കയറി നിൽക്കുന്ന ഒരു ഭാഗം കണ്ടില്ലേ? ഇവിടെ നമ്മൾ ഇതാ ഈ ഇവിടെയുള്ള നദികൾ, ഇവിടെ 2 നദികളുണ്ട്, 2 പാരലൽ നദികൾ അടുത്തടുത്തുണ്ട്. അതിൽ മുകളിലുള്ള നദിയാണ് നർമ്മദ എന്ന് പറഞ്ഞ നദി, നർമ്മദ. അതുപോലെ താഴെയുള്ള നദിയാണ് താപ്തി നദി, നർമ്മദയും താപ്തിയും. ഓക്കെ, അതിൻ്റെ സ്ഥാനം ഒന്ന് നോക്കി വെക്കാം, മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരിയും, നർമ്മദ, താപ്തി. ഓക്കെ, യെസ്. ഇനി അതേപോലെ പ്രധാനപ്പെട്ട മേജർ സിറ്റീസ് ആണ്, ഇമ്പോർട്ടൻ്റ് ആയ ഇതെല്ലാം കൂടെ പഠിച്ചു വെക്കാൻ നമുക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നാൽ നമ്മൾ നോക്കേണ്ട കുറച്ച് സിറ്റികളുണ്ട്. അത് ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മുംബൈ
നോക്കണം. മുംബൈ ഇവിടെ ചെന്നൈ നോക്കണം. ചെന്നൈ ഇവിടെ ഉണ്ട്, മുംബൈ ഇവിടെ ഉണ്ട്. നടുക്കുള്ള ബാംഗ്ലൂർ ഉണ്ട്, ഹൈദരാബാദ് ഉണ്ട്. മുംബൈ, ഹൈദരാബാദ്, ബാംഗ്ലൂർ, ചെന്നൈ. അതുപോലെ നമ്മൾ നോക്കേണ്ട സിറ്റിയാണ് കൊൽക്കത്ത എന്ന് പറഞ്ഞ സിറ്റി. അതുപോലെ നമ്മുടെ ന്യൂഡൽഹി. ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട സിറ്റികൾ, പ്രധാനപ്പെട്ട നഗരങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ഒന്ന് നോക്കി വെക്കണം. ഇതേതാണ് ഞാനിവിടെ അങ്ങനെ ഒരു ക്രോസ് മാർക്ക് ഇട്ടത്. ആ ക്രോസ് മാർക്ക് ഇടാൻ കുറച്ചുകൂടി എളുപ്പമായിട്ട് മനസ്സിലാവും. നോക്കുക, ഇവിടെ നോക്കൂ, ഇതാണ് ഇവിടെ നമ്മുടെ ന്യൂഡൽഹി എന്ന് പറയുന്നത്. ഇവിടെ നമ്മുടെ കൊൽക്കത്ത എന്ന് പറഞ്ഞ സിറ്റി ഉണ്ട്. ഇവിടെ നമ്മുടെ മുംബൈ എന്ന് പറയുന്ന സിറ്റി ഇവിടെ ഉണ്ട്. മുംബൈ ഇവിടെയുണ്ട്. അതുപോലെ നമ്മുടെ ചെന്നൈ ഇവിടെയുണ്ട്. ചെന്നൈ ഓക്കെ, ചെന്നൈ ഉണ്ട്. ഇവിടെ നമ്മുടെ ഹൈദരാബാദ് ഉണ്ട്. ഇവിടെ ബാംഗ്ലൂർ ഉണ്ട്. ഈ സിറ്റികളെ ജസ്റ്റ് എന്ത് ചെയ്യേണ്ടത്, നോട്ട് ചെയ്ത് വെക്കേണ്ട ഇമ്പോർട്ടൻറ്റ്. പിന്നെ നമ്മുടെ കൊച്ചി ഇവിടെ, തിരുവനന്തപുരം ഇവിടെ കേട്ടോ. നമ്മുടെ നമ്മൾ കേരളത്തിന് തിരുവനന്തപുരം. ഓക്കെ, യെസ്. ലിസൺ, അടുത്ത് നമ്മുടെ മരുഭൂമിയുമായി ബന്ധപ്പെട്ട, ഡെസേർട്ടുമായി ബന്ധപ്പെട്ട് നമ്മുടെ സാൻഡി എക്സ്പാൻസസ് എന്നുള്ള ചോദ്യങ്ങളാണ് വരിക. സാധ്യതയാണ് പറയുന്നത്. ഇവിടെ താർ മരുഭൂമി ഇവിടെ സെൻട്രൽ ഉണ്ട്. താർ മരുഭൂമി. ഈ താർ മരുഭൂമിയുടെ നോർത്ത്, ഇത് സൗത്ത്, ഇത് ഈസ്റ്റ്, ഇത് വെസ്റ്റ്. ഓക്കെ, ഇത് വടക്കാണ്, വടക്ക്, ഇത് കിഴക്കാണ്, ഇതുപോലെ ഇത് തെക്കാണ്, ഇത് ഏതാണ്, വെസ്റ്റ് ആണ്, പടിഞ്ഞാറ്. ഇതിൻ്റെ അതിർത്തി നോക്കണം, അതിർത്തികൾ. ഇത് സത്ലജ് റിവർ ബേസിന്, സത്ലജ് നദിയുടെ ആ ഒരു തീരം അല്ലെങ്കിൽ ആ ഒരു ഭാഗമാണ് സത്ലജ്. ഓക്കെ, സത്ലജ്. ഇനി ഇത് ഇൻഡസ് ആണ്, സിന്ധു നദിയുടെ തീരമാണ്, സിന്ധു നദീതടമാണ് ഇത്. ഇവിടെ റാൻ ഓഫ് കച്ച് ഉണ്ട്. റാൻ ഓഫ് കച്ചിൽ നിന്നാണ് നമ്മുടെ തീരസമതലം തുടങ്ങുന്നത്. ഇവിടെ അരവല്ലി പർവ്വതമാണ് കിഴക്കേ അതിര്. അപ്പോൾ താർ മരുഭൂമിയുടെ 4 അതിരുകൾ. ഇത് മാപ്പ് മാർക്കിങ്ങിൽ മാത്രമല്ല ചോദിക്കുക, അല്ലാത്തന്നെ നമുക്ക് 4 മാർക്കിന്റെ ചോദ്യമായിട്ട് സാധ്യതയുണ്ട്. താർ മരുഭൂമിയുടെ 4 അതിരുകൾ ഏതൊക്കെയാണെന്നുള്ളത്. ഓക്കെ, 4 ബൗണ്ടറീസ്, അതിർത്തികൾ ഏതൊക്കെയാണെന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇനി ഇത് ഇതുപോലൊരു മാപ്പ് തന്നിട്ട് ഇതിൻ്റെ ഭാഗങ്ങൾ മാർക്ക് ചെയ്യാൻ പറഞ്ഞാൽ എന്തായാലും എഴുതി വെക്കണം. ലിസൺ, അപ്പോൾ ഇതിൽ മൊത്തമായിട്ട് ചോദിച്ചില്ലെങ്കിൽ നമ്മളോട് ഏറ്റവും കൂടുതൽ സാധ്യതകൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ മരുസ്ഥലി എന്ന് പറഞ്ഞ ഭാഗം കാണാൻ പറ്റും, രാജസ്ഥാൻ ബാഗർ എന്ന്. അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അത് ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ഈ ഒരു ഭാഗം, ഇതിന് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഇതാണ്, മരുസ്ഥലി എന്ന് പറയുന്ന ഭാഗം. അതായത് യഥാർത്ഥ മരുഭൂമി. ഓക്കെ, ഏതാണ് യഥാർത്ഥ മരുഭൂമി, മരുസ്ഥലി എന്ന് പറയുന്ന ഭാഗം, മരുസ്ഥലി. ഓക്കെ, അതുപോലെ ഈ ഒരു ഇഷ്ടിക പോലെ കാണുന്ന ഈ ഒരു ഭാഗത്തിന് നമ്മൾ പറയുന്ന പേരാണ് രാജസ്ഥാൻ ബാഗർ. ഒരു അർദ്ധ മരുഭൂമി എന്ന് നമ്മൾ പറയും, ബാഗർ. ഓക്കെ, രാജസ്ഥാൻ ബാഗർ. അപ്പോൾ രാജസ്ഥാൻ ബാഗറും മരുസ്ഥലി എന്ന് ജസ്റ്റ് എന്ത് ചെയ്യുക, ഒന്ന് നോക്കി വെക്കാം. അതുപോലെ നമ്മുടെ ആരവല്ലി പർവ്വതനിരകളുടെ ഭാഗമാണ് ഇത്, ആരവല്ലിയാണിത്. അപ്പോൾ ആരവല്ലി ഇവിടെയുണ്ട്, ആരവല്ലി. ഓക്കെ, അപ്പോൾ ഈ ഭാഗങ്ങൾ മാത്രമാണ് ഈ ഒരു മാപ്പിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഏതൊക്കെയാണ്, മരുസ്ഥലിയും ഉണ്ട്, നമ്മുടെ ബാഗർ ഭാഗങ്ങളുണ്ട് കേട്ടോ. ഓക്കെ, യെസ്. അപ്പോൾ സാറേ ഇതേതാ ഇവിടെയുള്ള ഈ ഭാഗം, ഇത് നമ്മുടെ ഇന്ദിരാഗാന്ധി കനാൽ പ്രൊജക്റ്റ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഇന്ദിരാഗാന്ധി കനാൽ പ്രൊജക്റ്റ്. നമ്മുടെ മരുഭൂമിയിൽ ഏറ്റവും കൂടുതൽ വെള്ളം എത്തിക്കുന്ന കനാൽ പ്രൊജക്റ്റ് ആണ്. അവിടെ കൃഷിക്കൊക്കെ വേണ്ടിയുള്ളതാണ് ഇന്ദിരാഗാന്ധി കനാൽ പ്രൊജക്റ്റ്. പണ്ടത്തെ രാജസ്ഥാൻ കനാലായിരുന്നു. അപ്പോൾ ഇന്ദിരാഗാന്ധി കനാൽ പ്രൊജക്റ്റിന്റെ കനാൽ റീജിയൻ എന്ന് പറയുന്നത് വെസ്റ്റേൺ ഭാഗമാണ്, കനാൽ റീജിയൻ. ഓക്കെ, അപ്പോൾ ആ ഭാഗം ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാം. ഓക്കെ, അപ്പോൾ അതേയുള്ള ഈ ഭാഗത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ എന്ന് പറയും. ഈ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഭാഗം എന്ന് പറയുന്നത് തീരപ്രദേശമാണ്. തീരം മാർക്ക് ചെയ്യാൻ പറയാം. അവസാനത്തെ പാടത്തു നിന്നാണ് ചോദ്യം വരിക. ഗുജറാത്ത് കോസ്റ്റ് ഇവിടെയുണ്ട്, അറേബ്യൻ സീ ഇവിടെയുണ്ട്, ലക്ഷദ്വീപ് ഇവിടെ ഉണ്ട്, അതൊക്കെ കിടക്കട, ഇവിടെ ബേ ഓഫ് ബംഗാൾ ഉണ്ട്. ഓക്കെ, ഇനി നോക്ക്, ഇത് ഈ അറേബ്യൻ സീയുടെ തീരത്തിന് നമ്മൾ പറയുന്ന പേര് വെസ്റ്റേൺ കോസ്റ്റ് എന്നാണ്, അഥവാ പടിഞ്ഞാറൻ തീരസമുദ്രം എന്ന് പറയും. അതുപോലെ നമ്മുടെ ബേ ഓഫ് ബംഗാളിന്റെ തീരത്തെ പറയുന്ന പേര് ഈസ്റ്റേൺ കോസ്റ്റ് അഥവാ നമ്മുടെ കിഴക്കൻ തീരസമുദ്രം എന്ന് പറയും. ഇനി ഇതിന്റെ ഡിവിഷൻസ് ആണ് ഇമ്പോർട്ടൻറ്റ്. ഇവിടെ ഗുജറാത്ത് തീരമുണ്ട്. ഗുജറാത്തിന്റെ തീരത്തിന് പിന്നെ ഗുജറാത്ത് തീരം എന്നല്ലാതെ പിന്നെ വേറെ എന്ത് പറയാൻ പറ്റും, ഇതിന് ഗുജറാത്ത് തീരം എന്ന് പറയും. ഈ ഗുജറാത്തിന്റെയും നമ്മുടെ കേരളം വരെ മലബാർ വരെയുള്ള ഭാഗത്ത് നമ്മൾ പറയുന്ന പേരാണ് കൊങ്കൺ തീരം എന്ന് പറയും. എന്ത് പറയും, കൊങ്കൺ തീരം, കൊങ്കൺ. ഇനി കേരള തീരത്തെ പൊതുവെ പറയുന്ന പേരാണ് മലബാർ തീരം, മലബാർ കോസ്റ്റ് എന്ന് പറയും. ഇനി കിഴക്കൻ തീരത്തിൽ നമുക്ക് രണ്ടായിട്ട് മുറിക്കാൻ പറ്റും. ഇവിടെ കൃഷ്ണ നദിയുടെ ഡെൽറ്റ, കൃഷ്ണ റിവറിന്റെ ഡെൽറ്റ റീജിയൻ വരെയുള്ള ഭാഗത്ത് നമ്മൾ പറയുന്ന പേരാണ് കോറമണ്ടൽ കോസ്റ്റ്. കോറമണ്ടൽ, ഇംഗ്ലീഷിലും ആ പേര് തന്നെയാണ്, മലയാളത്തിലും ആ പേര് തന്നെയാണ്, അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇനി ഈ കൃഷ്ണ റിവറിൻ്റെ ആ ഒരു ഡെൽറ്റ മുതൽ ഇവിടെ മഹാനദി ഡെൽറ്റ റീജിയൻ, നമ്മുടെ ഒഡീഷയുടെ മഹാനദി ഡെൽറ്റ വരെയുള്ള ഭാഗം, അതിന് നമ്മൾ പറയുന്ന പേരാണ് വടക്കൻ സിർക്കാർ എന്ന് പറയും. വടക്കൻ സിർക്കാർ, നോർത്തേൺ സിർക്കാർ എന്നാണ് പറയുക. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചു വെക്കാം. എങ്ങനെ മാർക്ക് ചെയ്യണമെന്ന് വെച്ചാൽ ഷെയ്ഡ് ചെയ്യണം കേട്ടോ. ഓക്കെ, എങ്ങനെ മാർക്ക് ചെയ്യണമെന്ന് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. നോക്കും, ഇവിടെ ഇപ്പോൾ നമ്മോട് ചോദിച്ച് നോർത്ത് സിർക്കാർ, വടക്കൻ സിർക്കാർ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളോട് ചോദിച്ച്. അപ്പോൾ നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് ഇവിടെ മാർക്ക് ചെയ്യേണ്ടത്, ഇവിടെ മാർക്ക് ചെയ്യണം, ഇതാ ഇവിടെ നമ്മൾ മാർക്ക് ചെയ്യും, ഇവിടെ നമ്മൾ മാർക്ക് ചെയ്യണം, ഇവിടെ. ഇതാണ് നോർത്ത് സിർക്കാർ എന്ന് പറയുന്ന തീരം. അത് മാർക്ക് ചെയ്യാൻ നമുക്ക് ഇവിടെയാണ് നോർത്ത് സിർക്കാറുള്ളത്, മാർക്ക് ചെയ്യാൻ പറ്റണം. നമ്മൾ ചോദിച്ചത് ഗുജറാത്ത് തീരമാണ്, അപ്പോൾ ഗുജറാത്തിൻ്റെ തീരം നമ്മൾ മാർക്ക് ചെയ്യണം. അത് കഴിഞ്ഞ് നമ്മൾ ചോദിക്കുന്നത് മലബാർ തീരമാണ്, മലബാർ തീരം നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റും, മലബാർ തീരം ഇവിടെ മാർക്ക് ചെയ്യാം. ചിലപ്പോൾ നമ്മോട് ചോദിക്കാം മഹാനദി ചോദിക്കാം, മഹാനദി ചോദിച്ചാൽ ഇവിടെ മഹാനദി മാർക്ക് ചെയ്യാൻ പറ്റണം, മഹാനദി. ഗോദാവരി ചോദിച്ചാൽ ഇവിടെ മാർക്ക് ചെയ്യാൻ പറ്റണം. പശ്ചിമഘട്ടം, വെസ്റ്റേൺ ഘട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ വെസ്റ്റേൺ ഘട്ട് മാർക്ക് ചെയ്യാൻ പറ്റണം. ആരവല്ലി ചോദിച്ചാൽ ആരവല്ലി ഇവിടെ നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റണം. അതുപോലെ നമ്മളോട് ചോദിച്ച് താർമരുഭൂമി ചോദിച്ചാൽ താർമരുഭൂമി ഇവിടെ മാർക്ക് ചെയ്യാൻ പറ്റും, അടയാളപ്പെടുത്താൻ പറ്റണം. ഡെക്കാൻ പീഠഭൂമി ചോദിച്ചാൽ ഇവിടെ ഡെക്കാൻ പീഠഭൂമി ഇവിടെ മാർക്ക് ചെയ്യാൻ
അടയാളപ്പെടുത്താൻ പറ്റണം. ചോട്ടാ നാഗ്പൂർ പീഠഭൂമി ചോദിച്ചാൽ ഇത് ഇവിടെയാണ് ചോട്ടാ നാഗ്പൂർ പീഠഭൂമി, ഇവിടെ ചോട്ടാ നാഗ്പൂർ പീഠഭൂമി അടയാളപ്പെടുത്താൻ പറ്റണം. ഓക്കെ, അതുപോലെ നമ്മളുടെ ഉത്തരേന്ത്യൻ ഉത്തരപർവ്വത മേഖല ചോദിച്ചു, അഥവാ നമ്മുടെ ഹിമാലയ ചോദിച്ചു. അപ്പോൾ ഹിമാലയ ഇവിടെ അടയാളപ്പെടുത്തണം. ഹിമാലയ, ഇതാണ് ഹിമാലയ. ഓക്കെ, ഹിമാചൽ ശിവാലിക്. അപ്പൊ ഇങ്ങനെ നമുക്ക് ഭൂപടം തന്നിട്ട് നമുക്ക് 4 തന്ന് അടയാളപ്പെടുത്താൻ ചോദിക്കാം. അല്ലെങ്കിൽ ഇതുപോലൊരു ഭൂപടം തന്നിട്ട് ഇവിടെയൊക്കെ ഗ്യാപ്പ്, ഇത് ഏത് തീരമാണ്, ഇത് കൊടുത്തിട്ടുണ്ടാവില്ല, ഇത് ഏത് തീരമാണ്, അപ്പോൾ കൊങ്കൺ തീരമാണ്, ഇത് നോർത്തേൺ സർക്കാരാണ്. ഓക്കെ, ഇങ്ങനെ ചോദിക്കുക. ഇവിടെ എന്താണെന്ന് എഴുതാൻ പറയും, തന്നിട്ട് നമ്മളോട് ചോദിക്കുകയും ചെയ്യും. 2 രീതി നമ്മൾ ചോദ്യം പ്രതീക്ഷിക്കുന്നുണ്ട്. ബാക്കി കഥകളും കാര്യങ്ങളും പ്രധാനപ്പെട്ട എസ്സേ ചോദ്യങ്ങളും പ്രധാനപ്പെട്ട 1 വേർഡും 2 മാർക്കൊക്കെ നമുക്ക് ഇന്ന് എപ്പോൾ ഡിസ്കസ് ചെയ്യാം? വൈകിട്ട് 5 മണിക്ക് ഡിസ്കസ് ചെയ്യാം. എല്ലാവരും ഇങ്ങോട്ട് പോരും. അതുപോലെ രാവിലെ 6 AM മോർണിംഗ് 6 AM ലൈവ് ഉണ്ട് എക്സാമിന് അന്ന് രാവിലെ. അപ്പോൾ മിസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇത് സാറും ഫസൽ സാർ, അഡ്സൽ സാർ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. മാക്സിമം ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്തിട്ട് നേരെ ഇങ്ങോട്ട് പോരാം. അപ്പോൾ ബാക്കി കഥ നമുക്ക് ലൈവിൽ പറയാം. താങ്ക് യു, ബൈ, സീ യു സൂൺ.